അജണ്ട നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുമായിട്ട് ചേർന്ന് പോകുന്നതാണോ? ഒരിക്കലും അല്ലല്ലോ. തൃശ്ശൂരിലുള്ള കന്യാസ്ത്രീകളടക്കം അച്ഛന്മാരടക്കം സന്യസ്തരടക്കമുള്ള എല്ലാവരുടെയും കൂടെ വോട്ട് വാങ്ങി അങ്ങ് ജയിച്ച് ഇപ്പൊ അങ്ങ് മന്ത്രിയല്ലേ, അങ്ങ് എന്താണ് ഈ കാര്യത്തിലൊന്നും ഇടപെടാത്തത്? അങ്ങ് ഇടപെട്ടാൽ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരാളുണ്ട്, കുര്യൻ എന്നാണ് അങ്ങയുടെ പേര്, ജോർജ് കുര്യൻ. അതും കടന്നു പോകുന്നതായിട്ടുള്ള ഇത്തരം ഹീനകൃത്യങ്ങളിൽ പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാവരും മൗനം പാലിക്കുമ്പോൾ ഇത് അവരുടെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. പി സി ജോർജ് സാറേ, അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ ക്രൈസ്തവർക്ക് എന്താ വിലയുള്ളതെന്ന്. ക്രൈസ്തവർക്ക് കേരളത്തിലെ വിലയുള്ളൂ സാറേ. വിലയും നിലയും കളഞ്ഞു വിളിക്കുന്നത് നിങ്ങളെ പോലെയുള്ള ചില പൊങ്ങന്മാർ, അപ്പ കാണുന്നവരെ കയറി അപ്പ എന്ന് വിളിക്കുന്ന നിങ്ങളെ പോലെയുള്ള ചില രാഷ്ട്രീയക്കാരാണ്. വേണ്ടിയിട്ട് പോയി ഓശാന പാടാനും ഇതൊരു ഹിന്ദു രാഷ്ട്രമാകണമെന്നൊക്കെ നിലവിളിക്കാനും ഒക്കെ നിങ്ങളെ പോലുള്ള ആളുകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ക്രൈസ്തവർക്കുള്ള വില നിലനിർത്താൻ കഴിയുന്നത്? കഴിയുകയില്ല സാറേ. ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിൽ രാജ്യത്ത് ഉടനീളം എവിടെയും സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ നമ്മുടെ മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ ഹനിക്കപ്പെടുന്ന അനേക സംഭവങ്ങൾ ഈ അടുത്ത സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ പോലും നാട്ടുകാരുടെ അനുവാദം വേണ്ടി വരുന്നു എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഈ അടുത്ത സമയത്ത് ഛത്തീസ്ഗഡിൽ നമ്മുടെ 2 സിസ്റ്റേഴ്സ് 3 ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നിരുന്ന, നേരത്തെ തന്നെ വിശ്വാസത്തിൽ എത്തിയിരുന്നതായിട്ടുള്ള പെൺകുട്ടികളെ ജോലി സംബന്ധമായി കൊണ്ടുപോയപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജ്യോതി ശർമ്മ എന്ന് പറയുന്നതായ ഒരു സ്ത്രീ, അവരെ VHPയുടെ യൂത്ത്സിൻ്റെ ഗ്രൂപ്പായിരിക്കുന്ന ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ആ സമൂഹത്തിൻ്റെ നേതാവായിട്ട് മുൻപും പല പാസ്റ്റേഴ്സിനെയും ഇവാഞ്ചലിസ്റ്റിനെയും പട്ടക്കാരെയും ഒക്കെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സ്ത്രീ യാതൊരു കാരണവും കൂടാതെ സിസ്റ്റേഴ്സിനോട് ആക്രോശിക്കുകയും അതുപോലെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ, ആ 3 പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരനെ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ രംഗങ്ങൾ നമ്മൾ മീഡിയ വഴിയായിട്ടൊക്കെ കാണുകയുണ്ടായി. അവരാരോപിച്ചായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും ABC ചാനലിലെ വടയാർ സുനിലും അതേപോലെ തന്നെ TG മോഹൻദാസ് സാറും ഒക്കെ ആരോപിക്കുന്ന, അതേപോലെ ശ്രീജിത്ത് പണിക്കർക്ക് കിട്ടേണ്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അയക്കുന്ന ചില വീഡിയോകൾ, അതിലൊക്കെ അവർ ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിത മതപരിവർത്തനം. ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തി ജനിക്കുന്നത് മതത്തിലേക്കാണോ അതോ മനുഷ്യനായിട്ടാണോ? നമ്മൾ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ഉടനെ തന്നെ സ്വാതന്ത്ര്യം കൊടുത്ത് തിരഞ്ഞെടുക്കുവാൻ, മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുവാനും ഏത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളിൽ നമ്മളവരെ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ വളർത്തുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അവർക്കൊരു പ്രായമാകുമ്പോഴാണ്, 18 വയസ്സാകുമ്പോഴാണ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുന്നത്, തിരഞ്ഞെടുക്കാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ പ്രായപൂർത്തിയാകുന്ന ഒരു വ്യക്തിക്കാണ് ഏത് വിശ്വാസത്തിൽ നിൽക്കണം, ഏത് വിശ്വാസം അംഗീകരിക്കണം, തള്ളിക്കളയണം എന്നൊക്കെ ചിന്തിക്കാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ഇതുവരെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബജ്രംഗ് ദളും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സംഘപരിവാറിൻ്റെ ചാനലുകളൊക്കെ പറയുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ മോഹൻദാസ് സാറേ, ഞാൻ ചോദിക്കട്ടെ വടയാർ സുനിലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ട നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുമായിട്ട് ചേർന്ന് പോകുന്നതാണോ? ഒരിക്കലും അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ വെറുക്കുവാനും വെറുപ്പിക്കുവാനും പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു തത്വശാസ്ത്രമല്ലേ? അപ്പോൾ ആ തത്വശാസ്ത്രത്തിലേക്ക് ആളുകളെ ആനയിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ശരിയായ വിധത്തിൽ ദൈവത്തെ കണ്ടെത്താനും ദൈവികമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കുവാനും വിശ്വാസ ആചാരങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള അനുവാദവും അവകാശവും ഈ ഭരണഘടന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആർട്ടിക്കിൾ 25 നമുക്ക് വളരെ കൃത്യമായിട്ട് തരുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ മറന്നു പോരുത്. ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇന്ന് കൊടുത്തായിട്ടുള്ള നമ്മുടെ മലയാളം ചാനലിലൊക്കെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത് എന്താണ്? സുവിശേഷം പറയുന്ന ആരെ കണ്ടാലും അവർ ഉപദ്രവിക്കും, അടിക്കും. അവരെന്താ പോലീസ് ഓഫീസേഴ്സാണോ? അല്ലെ തന്നെ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷം പറയുന്നവരെ അടിക്കുക എന്നുള്ളതാണ്. എന്തൊരു നികൃഷ്ടമായ ചിന്തകളും എത്ര ചലമൊലിക്കുന്നതായിട്ടുള്ള ഹൃദയവുമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ 2 സിസ്റ്റേഴ്സിനെ നിങ്ങൾ പിടിച്ച് ജയിലിലാക്കിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ആ ഒരു വലിയ നിർവൃതിയിലാണ് ഇരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർക്ക് കിട്ടേണ്ടുന്ന ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു, ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യങ്ങളൊക്കെ. ശ്രീജിത്ത് പണിക്കരെ, അതിനകത്ത് വലിയ ഉത്തരങ്ങളൊന്നുമില്ല. അവർ പറഞ്ഞു കൃത്യമായിട്ട്, ഈ പെൺകുട്ടികൾ 3 പേരും ക്രിസ്ത്യാനികളാണ്, അവരുടെ കൂടെ വന്ന വ്യക്തിയും ക്രിസ്ത്യാനിയാണ്, ഞാൻ അവരുടെ ഗ്രാമത്തിലൊക്കെ പോയിട്ടുള്ളതാണ്, അവർ CSI സഭാംഗങ്ങളാണ്, വർഷങ്ങളായിട്ട് ക്രിസ്ത്യ വിശ്വാസത്തിൽ നിൽക്കുന്ന തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് രേഖകളൊന്നുമില്ലാതെയാണ് യാത്ര ചെയ്തത്. അവർക്ക് മതിയായ രേഖകൾ ഉണ്ടായിരുന്നു. 18 വയസ്സ് കൂടുതലുള്ള പ്രായമുള്ള പെൺകുട്ടികളാണ്. അവർക്ക് അവരുടെ പേരൻസിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെങ്കിൽ പോലും അതുപോലും സിസ്റ്റേഴ്സ് കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നത്.
മൂന്നാമത്തെ കാര്യം, അവരെ നിർബന്ധിത മതപരിവർത്തനത്തിലേക്ക് നയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അവര് ഓൾറെഡി ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അവർ മതം ആയിട്ട് പോലും അല്ല, അവർക്ക് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസമാണ്. അവർ ഗോത്രവർഗ്ഗക്കാരാണ്. അത് ഓർത്തോണം. ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല. അവർക്ക് ഏത് വിശ്വാസത്തിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഏത് വിശ്വാസം അംഗീകരിക്കാനും അത് ത്യജിക്കാനും ഒക്കെ ഉള്ള അവകാശവും അധികാരവും നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. നിങ്ങളാരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രത്യേകിച്ച് കൽപ്പിച്ചാക്കൊന്നും വേണ്ട കേട്ടോ. അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് ചുരുട്ടി വെച്ചേച്ചാൽ മതി. നിങ്ങളുടെ ഉത്ബോധം എന്താണ്? ഇവിടുത്തെ ഹൈന്ദവരെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് ഒരിക്കലും അല്ല. ഇവിടുത്തെ നിങ്ങൾ മൈനൂട്ട് മാത്രമാണ്. ഹൃദയത്തിൽ നിന്ന് ചലമൊലിപ്പിക്കുന്ന ഇതേപോലെയുള്ള വക്രതകളുടെയും ഇതേപോലെയുള്ള ഹീനമായ ചിന്തകളുമായിട്ട് നടക്കുന്ന ഒരു അല്പം മാത്രം ആളുകളെ ഉള്ളൂ. ഇവിടെ വിരലേൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളൂ. അത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള ടോക്കുകളിലൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തുന്നുമുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഈ നാട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലങ്ങ് പൂട്ടി വെച്ചാൽ മതി കേട്ടല്ലോ. പ്രത്യേകിച്ച് വടയാർ സുനിലും അതേപോലെ ടി ജി മോഹൻദാസ് സാറും ഒക്കെ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞു ശശികല ടീച്ചർ ഇങ്ങോട്ട് വരുന്നു, കേരളമാകെ ഭ്രമിക്കാൻ പോകുന്നു. നിങ്ങൾ ശശികല ടീച്ചറെ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് പേടിയുണ്ടാകുന്നത്? കേരളത്തിൽ ഈ പരിപാടിയൊന്നും നടക്കുകയില്ല കേട്ടോ. ഛത്തീസ്ഗഡിലും യു പിയിലും അതേപോലെ ഗുജറാത്തിലൊക്കെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആളുകളെ പേടിപ്പിക്കാനൊക്കെ സാധിച്ചേക്കും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് മതേതരത്വ കാഴ്ചപ്പാടോടുകൂടെ സെക്കുലറിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന് ഹീനത വരുത്തുവാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ കയ്യാമം വെക്കേണ്ടുന്ന സമയം കഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം. മാത്രമല്ല, നമുക്ക് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. ഭയങ്കര ബഹുത്തച്ചായ 2 മന്ത്രിമാർ. ഒന്ന് വലിയ നടനാണ്, മഹാനടനായിരിക്കുന്ന രായാവാണ് അങ്ങേര്. അങ്ങേരുടെ ശബ്ദം കേൾക്കാനില്ലല്ലോ. അങ്ങ് എവിടെ പോയിരിക്കുന്ന രായാവേ? 2 വാക്ക് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? തൃശ്ശൂരിലുള്ള കന്യാസ്ത്രീകളടക്കം അച്ഛന്മാരടക്കം സന്യസ്തരടക്കമുള്ള എല്ലാവരുടെയും കൂടെ വോട്ട് വാങ്ങി അങ്ങ് ജയിച്ച് ഇപ്പോൾ അങ്ങ് മുക്തിയല്ലേ? അങ്ങ് എന്താണ് ഈ കാര്യത്തിലൊന്നും ഇടപെടാത്തത്? അങ്ങ് ഇടപെട്ടാൽ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷ്ണു സായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഒതുക്കി നിർത്തിയിട്ട് അങ്ങേര് പറഞ്ഞെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സിസ്റ്റേഴ്സിനെ ഇങ്ങ് ഇറക്കിക്കൊണ്ടുവരായിരുന്നല്ലോ. അങ്ങ് എന്താ, എവിടെയാണ്? അങ്ങയുടെ ശബ്ദം പോലും കേൾക്കുന്നില്ലല്ലോ. പിന്നെ ഒരാളുണ്ട്, കുര്യൻ എന്നാണ് അങ്ങേരുടെ പേര്, ജോർജ് കുര്യൻ. അങ്ങേര് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന്. ഒരു മന്ത്രിയുടെ അധരങ്ങളിൽ നിന്ന് പറയുകയാണ്, ഞാൻ പ്രതിജ്ഞ ചെയ്ത മന്ത്രി ആയതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ല, സംസാര സ്വാതന്ത്ര്യമില്ല. അത് തന്നെ ഞങ്ങൾ ഈ പറയുന്നേ. അത് തന്നെ സഹോദരൻ ഞങ്ങൾ ഈ പറയുന്നേ. നിങ്ങളൊരു മന്ത്രിയായിരിക്കും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ ആ പാവപ്പെട്ട 3 പെൺകുട്ടികൾക്കും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്? നിങ്ങളൊരു ക്രൈസ്തവനായിരിക്കെ നിങ്ങളൊരു മന്ത്രിയാണെങ്കിൽ പോലും സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ തെളിയിക്കുന്നത്. ഇതേ കാര്യമാണ് നാളുകളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ അതിരങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ കാര്യമാണ്. അത് കേരളത്തിലേക്കും കൂടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കേരളത്തിലെ ജനം സംഭവിക്കുകയല്ല. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവരും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ട കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സാമാന്യ ഹൈന്ദവ സഹോദരങ്ങളെയും ക്രൈസ്തവരെയും മുസ്ലിംസിനെയും തമ്മിൽ ഭിന്നിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതങ്ങ് ചുരുട്ടി വാലിലോട്ട് കെട്ടിയേച്ചാൽ മതി. അത്രേ ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഭാരതം കടന്നു പോകുന്നതായിട്ടുള്ള ഇത്തരം ഹീനകൃത്യങ്ങളിൽ പ്രധാനമന്ത്രിജി അടക്കമുള്ള എല്ലാവരും മൗനം പാലിക്കുമ്പോൾ ഇത് അവരുടെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കാൻ കഴിയാത്തത് കൊണ്ട് കേരളത്തിലെ ചില ക്രൈസ്തവ സഹോദരങ്ങളെ കൂട്ടുപിടിച്ച് അവരിപ്പോൾ ഫേസ്ബുക്കിലും മറ്റുമായിട്ടൊക്കെ ജിഹാദികളുടെ ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ ജിഹാദികൾ അത് പിടിച്ചെടുത്തു, ഇത് പിടിച്ചെടുത്തു, ഇവിടെ ഹിന്ദുത്വ അജണ്ട ഉള്ളതുകൊണ്ടാണ് ഇവിടെ അവർ കയറി വരാത്ത. ഇവിടെ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് മുസ്ലിംസ് ഉണ്ട്. മനസ്സിലായില്ലേ? 1400 വർഷങ്ങളായിട്ട് മുസ്ലിംസ് ഉണ്ട് കേരളത്തിൽ. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബേജാറാകണ്ട. ഇതുവരെ ആരെയും അവർ പിടിച്ചെടുത്തില്ല, ഇനി അവർ പിടിച്ചെടുക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും തെളിയിക്കാൻ പോവുകയാണ്. ഇലക്ഷൻ വരട്ടെ, ഞങ്ങൾ തെളിയിച്ചു തരാം. അതുകൊണ്ട് ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു, അവിടെ മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല, അവിടെ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല. അത് ഞങ്ങളോടല്ല പറയണ്ടേ, നിങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വിഷ്ണു സായിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അനൂപ് ആന്റണി എന്ന് പറയുന്ന ആ പയ്യനെ അവിടോട്ട് വിട്ടിട്ട് എന്ത് സംഭവിച്ചു, എന്ത് നേടി? ഒന്നും നേടാൻ പോകുന്നില്ല. കാരണം നിങ്ങളെല്ലാവരുടെയും അജണ്ട എന്ന് പറയുന്നത്
വളരെ ഹീനമായിട്ടുള്ളൊരു അജണ്ടയാണ്. അതൊരു ഹിന്ദുത്വ രാഷ്ട്ര രൂപീകരിക്കുക എന്നുള്ളതാണ്. ആ ഹിന്ദുത്വ രാഷ്ട്ര എന്നുള്ള അജണ്ട നിങ്ങൾ കയ്യിൽ വെച്ചേച്ചാൽ മതി. അത് നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം നടപ്പിൽ വരാൻ പോകുന്നില്ല. പിന്നെ PC ജോർജ് സാറേ, അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ ക്രൈസ്തവർക്ക് എന്താ വിലയുള്ളതെന്ന്. ക്രൈസ്തവർക്ക് കേരളത്തിലെ വിലയുള്ളൂ സാറേ, മനസ്സിലായില്ലേ? ഛത്തീസ്ഗഡിലെ യാതൊരു വിലയുമില്ല എന്ന് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഉള്ള വിലയും നിലയും കളഞ്ഞു വിളിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ചില പൊങ്ങന്മാർ, അപ്പ കാണുന്നവരൊക്കെ അറിയാം അപ്പ എന്ന് വിളിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ചില രാഷ്ട്രീയക്കാരാണ്. ഇടതിലും വലതിലും മാറി മാറി ചവിട്ടിയിട്ടും അവിടുന്ന് അവസാനം ഉന്തിത്തള്ളി വെളിയിലേക്ക് തള്ളിക്കളഞ്ഞപ്പോൾ എങ്ങും നിൽക്കക്കള്ളി ഇല്ലാത്തപ്പം ഇവർക്ക് വേണ്ടിയിട്ട് പോയി ഓശാന പാടാനും ഇതൊരു ഹിന്ദു രാഷ്ട്രമാകണമെന്നൊക്കെ നിലവിളിക്കാനും ഒക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ക്രൈസ്തവർക്കുള്ള വില നിലനിർത്താൻ കഴിയുന്നത്? കഴിയുകയില്ല സാറേ. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മകനും ഒക്കെ ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ ക്രൈസ്തവ സമൂഹവും ഹൈന്ദവ സഹോദരങ്ങളും അതേപോലെ മുസ്ലിം സഹോദരങ്ങളും അവർ ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ആ ഉത്ബോധത്തോടുകൂടെ ജീവിക്കും. അത് ഞങ്ങളുടെ മരണം വരെ ഞങ്ങളത് ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടലച്ചൻ.